തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ജില്ലക്കാര് വരാവോ? ഞങ്ങളും ഇങ്ങനെ തന്നെ വെക്കാന്ന്. പടവലങ്ങിയും ചെമ്മീനും വെക്കാൻ പോവാ. ഗടാഗടിയന്മാരായ മാന്തള് ഞാനേ കയ്യിൽ വെച്ച് വരയരുതേ. കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ. ഇത് മുഴുവൻ ഒറ്റടിക്ക് വറുത്ത് തിന്നാനുള്ളതല്ലേട്ടാ. ചേട്ടനോട് തന്നെ പറയണാണോ? ഞാൻ പൊതുവെ പറഞ്ഞ നമ്മുടെ ഫ്രൈ കൂട്ടാൻ മീൻ വറുത്ത് ഒരു കഷ്ണം എടുത്തോളല്ലോ മീൻ. ഇനി സമയമുണ്ടല്ലോ. അല്ല ജീവിതത്തിൽ ചെയ്യണ ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്തിനാന്നറിയോ? ചേട്ടന്റെ അഭിപ്രായം എടുക്കും. വലിയ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഐ കൺഫ്യൂഷൻ ആയല്ലോ. നമ്മുടെ കൃഷി സ്ഥലത്ത് കായ്പക്കായൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അതെ നിറച്ചുണ്ടായിട്ടുണ്ട്. പൊട്ടിക്കണമെന്ന് മാത്രം. അപ്പം അനിലേട്ടൻ ഇപ്പനെ വന്ന് പറഞ്ഞു ഒരു പടവലങ്ങി ഉണ്ട് അവിടെ അടിപൊളിയായിട്ടുണ്ട്, അത് നിങ്ങൾ പൊട്ടിച്ചെടുത്തോ. അത് പൊട്ടിക്കാൻ പോകട്ടെ പടവലങ്ങ. സന്ധ്യാസമയാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇട്ടാവും വെളിച്ചം പോവും. എല്ലാ സ്ഥലത്തും മേളങ്ങൾ മുറുക. ഇവിടെ ചുറ്റുവട്ടത്തെ കുറേ കുഞ്ഞു കുഞ്ഞു പൂരങ്ങളുണ്ട്. മൂന്നാനയ്ക്ക് ഒരാനയ്ക്ക് പണ്ടുണ്ടായിരുന്നു, അവരൊക്കെ മൂന്നാനകളാക്കി. ഞാൻ എല്ലാട്ടൻ കോഴിഞ്ഞളെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ. എത്ര കോഴിക്കുട്ടികളെ വാങ്ങിച്ചാണ്? 51. എന്താ അങ്ങനെ ഒരു കണക്ക്? 50 വാങ്ങിച്ചു. അപ്പൊ അവർക്ക് 10 രൂപ ബാക്കി വന്നു. അപ്പൊ ചില്ലറയ്ക്ക് വേണ്ടി ചില്ലറയില്ലെന്ന് പറഞ്ഞ ഒരു ചാത്തന ആണെങ്കിൽ 10 രൂപ ഉള്ളൂന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തന 50 പെട ഒരു ചാത്തനാണോ? ദൈവമേ ഈശ്വര, ആ ചാത്തന്റെ അവസ്ഥ. ഇത് സബോളയാ? ഇതിൽ കടക്കുണ്ടാവൂ. നമുക്ക് നോക്കിയാ കാണാം. ഞാൻ നടന്നു ചേച്ചിരുന്നു, പിന്നെ വേണ്ടാന്ന് ചെയ്യുന്നത്. സബോള ഇഷ്ടം പോലെ വെറുതെ കാശ് എളുപ്പത്തിലുണ്ട്. ആ അതെ പടവലങ്ങി ഇഷ്ടം പോലെയാണ്. ആ ചെറുതുണ്ട് വലുതുണ്ടല്ലേ? ചേട്ടൻ വലിയ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഇനി പന്തല ഒറ്റ പന്തല ഇനി ഇടാൻ പോണെന്ന്. ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയല്ലോ. ഇത് മില്ലിനെ കോവയ്ക്ക് അവിടെ പന്തലിട്ട് പിന്നെ ഇങ്ങടും പടർത്തിയിട്ടുണ്ട്. ഒക്കെ ജോയിന്റ് ചെയ്ത് വിട്ടേക്കല്ലേ? ആ മരിയ കയ്പക്കായ അവിടെ കെട്ടിയിട്ടുള്ള നീളനും ഉണ്ടല്ലോ. രണ്ട് ടൈപ്പ് ഉണ്ടാ പടവലങ്ങില്ലേ? അപ്പൊ ഇത് വീണ്ടും ഇപ്പൊ നട്ടിട്ടുള്ളതാണ്. അല്ല ഇപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് കിട്ടാനില്ലല്ലോ, ആ ടൈപ്പ് മാത്രമേ ഉള്ളൂ. പൊട്ടിച്ചോ വിളവെടുപ്പാണല്ലോ ചേട്ടന്റെ. നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ പൊട്ടിച്ചെടുത്തു. കൺഫ്യൂഷൻ ആയല്ലോ. പൊട്ടിച്ചോ? ഒരു ഇതും ഒരെണ്ണം അതും പൊട്ടിക്കാം. ഇത് ഈ ടൈപ്പ് അധികം കണ്ടിട്ടില്ല. അല്ല ഈ ടൈപ്പ് ഇപ്പൊ വിത്ത് എവിടെ നിന്ന് കിട്ടിയേ? അവിടെ തന്നെ. പിന്നെ ഇതാണ് വലുത്. ഇതാ ഇത് പൊട്ടിക്കാം. ഇത് വലുതാ മതി. രണ്ടെണ്ണം മതി. ഇനി നാളെ നന്നാവണില്ല. ഫ്രൈ ചെയ്തല്ലേ? ഇത് നടുപ്പൊളിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്താലോ? പടവലങ്ങി ഗ്രില്ല് അങ്ങനെയൊക്കെ ചെയ്യാം. പടവലങ്ങി ഗ്രില്ല് ചെയ്യാം. കോളിഫ്ലവറും കാബേജൊക്കെ ആയി അല്ലേ ചേട്ടാ? നമ്മുടെ കോളിഫ്ലവർ പൊട്ടിച്ചു തുടങ്ങി. ആ കാബേജ് നമ്മുടെ ഉരുണ്ട് തുടങ്ങി. പക്ഷെ ഇത്രയ്ക്ക് വലിപ്പല്ലേന്ന് മാത്രം. ഉരുണ്ട് തുടങ്ങി എല്ലാം. പന്തലിന്റെ ഉള്ളിൽ കൂടിന്റെ ഉള്ളിലും തുറ്റാ. ചെറിയേട്ടൻ പൊട്ടിച്ചില്ലേ അപ്പൊ പടവലങ്ങ? ബാക്കിയുള്ള പടവലങ്ങയും ചെമ്മീനും വെക്കാം. പക്ഷെ ചെമ്മീനില്ല. അതിൽ പൂവിട്ടു. കോളിഫ്ലവർ കാബേജൊക്കെ ഉണ്ടത് ഉരുണ്ട് തുടങ്ങിയണ്ട. കാബേജ് പൊട്ടിക്കാറായി തോന്നു. കോളിഫ്ലവർ പൂവേണ്ട. പിന്നെ ചരക്കും കഴിഞ്ഞത്. ചരക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ? ഈ ചെറുതുകളൊക്കെ അതിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതേപോലത്തെ ചെറുതുകളുണ്ടല്ലേ? കോവയ്ക്കാര് ഒരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണം കോവയ്ക്ക്. പാടത്തേക്ക് നോക്കാം. തോട്ടത്ത് വെള്ളം പറ്റിയില്ലേ? ഏറ്റമൈനുകൾ കാണണമെങ്കിൽ വന്നോ? കണ്ട വേണമെങ്കിൽ ഇതേണ്ട ഏറ്റമൈനുകള്. അത് കാലത്താണ് ഈ വഴിക്ക് കാണുമ്പോൾ അതിന്റെ ഗുണമുള്ളൂ. അന്നത്തെ ദിവസം നല്ലതായിരിക്കും. മേളം കഴിഞ്ഞു, നമ്മൾ പോകാം. ഓക്കെ, ഇതുണ്ട്. നമുക്കപ്പോൾ
നാളെ നാളെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. ഇരുട്ടായില്ലേ, അപ്പോൾ ഇതുകൊണ്ട് പോവാം. ഇന്നലെ പടവലങ്ങ അല്ലേൻ്റെ അവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നത് സരിതല്ലേ അവിടെ അരിയാനിരിക്കുക. ചള്ള് പടവലങ്ങ, പടവലങ്ങയുടെ തൊലി ചീങ്കും അത് ചീങ്കുമ്പോഴേ ചീവുമ്പോൾ ഞാൻ കാലത്ത് ജഗുവിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോയിപ്പോൾ വാങ്ങിച്ചാണ് കേട്ടത്. എന്തെന്നറിയോ, ഗടാഗടിയന്മാരായ മാന്തള്. നോക്കി സരിത എന്തുട്ടാ മാന്തള് നോക്കിയേ. ശരിക്കും അപ്പൊ മാന്തള് ഇത്ര വലിപ്പം വരുന്ന സാധനമാണല്ലേ നമ്മൾ ഇത്ര പോന്ന് വാങ്ങിക്കണേ അല്ലേ? അല്ലേ മൂളിക്കൂടെ അല്ലേ? ആണ്. വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ. അതെ, ഇവൾക്ക് കനം കുറഞ്ഞ മീൻ ഭയങ്കര ഇഷ്ടമാണ് മാന്തള്. ഇത് വെള്ളം ഒഴിച്ച് വെക്കുന്ന ഈ തൊലി കളയില്ലേ? ഞാൻ തൊലി കളയാൻ പറ്റുമെന്ന് പണിയാ. ഒരു മിനിറ്റ്, ഞാൻ തൊലി കിട്ടാനേ നഖം ഒന്നും ഇല്ലാത്താരോണ്ടേ പിച്ചു പൊളിക്കാൻ പാടുണ്ട്. ഇതുകൊണ്ട് എന്തൊരു ചെയ്യാൻ പോണേന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു കൊടുക്ക്. ഇതുകൊണ്ട് ചെയ്യാൻ പോണത് പടവലങ്ങിയും ചെമ്മീനും വെക്കാൻ പോവാ. ആ ഭാഗത്ത് കിട്ടും, കറുപ്പ സൈഡിലത്തെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത് തൊലി കളയണമെന്നില്ല, അതുകൊണ്ട് ചെതമ്പല് കളഞ്ഞാലും പോരെ. നമ്മള് പണ്ട് തൊലി വറുത്ത് തിന്നോടന്നീന്റെ നീ ഇത് കളഞ്ഞാ മതി. ഞാനേ എന്താ കിട്ടുള്ളേ കളയാൻ? ഒരെണ്ണം കിട്ടി. ഞാനേ ചെടികൾക്ക് വളരട്ടെ. നിനക്ക് ഇത്തവണ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ ചെടികളുമ്മ നിറയെ പൂക്കൾ ഉണ്ടാക്കുന്ന പറയുന്നത്. നമ്മുടെ സൺഡേ മണ്ടേമ്മ പൂവുണ്ടായി തുടങ്ങി, പക്ഷേ കനത്ത തോതിലുണ്ടായില്ല. ഇതുമൂലം കനത്ത തോതിലുണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ തടമൊക്കെ ആക്കി വളമാക്കലാണ് പരിപാടി. അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വളമൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഓരോന്നിനെ പണിയെടുത്ത് ശരിയാക്കാൻ പോകും. ഇവിടെ പുഷ്പോത്സവം സംഘടിപ്പിക്കാനാണ് ചേട്ടൻ്റെ പരിപാടി. ഇവിടെ പുഷ്പോത്സവം, അതായത് ഇവിടത്തെ ഇതെന്തിട്ടെന്നറിയോ, ഇത് കടയ്ക്ക വെള്ളം കെട്ടി വെക്കില്ല, ഇതൊന്ന് ശരിയാക്കി എടുക്കണം. കണ്ടാ പാറ പോലെ നമ്മൾ നനയ്ക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ടു തരം ഇത് ഒരുമിച്ച് വെക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പാടവലങ്ങിയോ വലിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? അത് ഓരനോടി പൊട്ടിക്കായിരുന്നു കേട്ടാ. തേക്കിയോ ഉള്ളത് മതി. നമുക്ക് എന്തോരം വേണം? അല്ല, ഒരു ഉപ്പേരി വെക്കണ്ടേ? ഇതുകൊണ്ട് കുറച്ച് വെച്ചാ മതി. ആണോ? അല്ല പിന്നെ ഞാനത് തിന്ന് കഴിക്കണ്ടേ. മാവിനൊക്കെ വളരാൻ എന്തൊരു സുഖ. ഈ വക ചെടികൾക്ക് വളരണമെങ്കിൽ ഏറ്റവും വലിയ പാട്. അതിന് 3-4 കടയില്ലേ? 3-4 കട മാത്രല്ല, ഇതൊക്കെ പുല്ല് പാടില്ല വളർന്നപ്പോളേ. വെറുതെ അതിൽ പൂവുണ്ടാവാത്തത് കണ്ട പാറ പോലെ സാധനം. വെള്ളം നനയ്ക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മറ്റേ ജഗതീരെ മറ്റേ ഇതില്ലേ, ഞാൻ ആരാമത്തിൽ നിന്ന് ആന്തൂറിയും പറിച്ചിട്ട് ക്ലാരയ്ക്ക് തരുമ്പോ ക്ലാര അടുക്കളയിൽ നിന്ന് അവലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരുന്നു. അതുപോലെ പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങൽ. നിങ്ങൾ പറയേ എന്ത് ഒരു തോട്ടക്കാരൻ അത് അറിയണമെന്നില്ലെന്നൊക്കെ ഡയലോഗ് പറയില്ലേ? തോട്ടക്കാരൻ്റെ പണി ചെയ്യാൻ പറയും, എന്നോട് പറയാൻ. അത് വേറെന്തോ ചോദിക്കും, അപ്പഴാ പറയാ. അതെന്തോ ചോദിക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ, ആവശ്യത്തിനുള്ള വളം ഇട്ടാ മതി കേട്ടാ. കുറവുണ്ടായാലും കുഴപ്പമില്ല, ഒന്നിനും കരിച്ചു കളയായിരിക്കും. ഒരു ഇത്രയ്ക്ക് വളമിടല്ലോ പേരിന്. പിന്നെ മറ്റേ ഈ കണ്ടതേ വളം ഇത്രയ്ക്കുണ്ട് കണ്ട ഇരിക്കും, ഒരു പിടിയാണുള്ളത്. നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഒരു തിരിച്ചിട്ട് കൊടുത്താലോ അടിപൊളിയായിട്ടുണ്ടാവും. വേണ്ട, എന്തേ? അത് നമ്മുടെ പോളിസിക്ക് എതിരാണ്. കണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കൂട്ടാ. വിഷടിക്കാൻ പാടില്ല എന്നല്ലോ. വളം ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവോ? വേണ്ട വേണ്ട, എന്തിനാണ് നമുക്ക് ആവശ്യമുള്ളത് മതി. ഇനി സൺഡേ മണ്ടയിലേക്ക് പോവാം. ഇഷ്ടം പോലെ ഉണ്ടാവും സൺഡേ മണ്ടയിലേക്ക്. ഇനി വിളവെടുപ്പ് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീഡിയോ. ഒരു ഭംഗി വേണ്ട, ഭംഗി കുറവാ നല്ലത്. വേണമെങ്കിൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതാട്ടാ, ചേട്ടൻ ഇടില്ലാന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ചെറിയ പടവലങ്ങിയില്ലേ അത് ചെമ്മീനും ഇട്ടിട്ട് വെക്കാം. ഈ വലുത് ഉപ്പേരിക്ക് കൊടുക്കാം. എന്തായാലും എന്റെ അഭിപ്രായം തന്നെ ചോദിക്കരുത്. ചേട്ടന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാനത് എടുക്കാറുണ്ട്. ചേട്ടന്റെ പോലെ എന്നെ വിളിച്ച് വെറുതെ ചോദിച്ചിട്ട് ചേട്ടന്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ചെയ്യലല്ല. ഞാൻ ചേട്ടന്റെ അഭിപ്രായം എടുക്കാറില്ലേ? ഞാൻ ജീവിതത്തിൽ ചെയ്യണ ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്തിനാണെന്നറിയോ? ചേട്ടന്റെ അഭിപ്രായം എടുക്കും. എന്റെ അഭിപ്രായങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ അഭിപ്രായങ്ങളൊക്കെ അബദ്ധങ്ങളാണല്ലോ. എന്റെ അഭിപ്രായങ്ങൾ എടുക്കാണ്ട് സ്വയം ചെയ്യുക.
എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് അറിയോ. ഞാനൊരു തീരുമാനം വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യാം, ഞാൻ എന്നിട്ട് അത് ചേട്ടനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാന്ന്. അപ്പൊ ചേട്ടൻ നീ വെറുതെ അങ്ങനെ ചെയ്യണ്ട, നീ അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പൊ എനിക്ക് പിന്നെ ഇനിയിപ്പൊ എങ്ങാനും നീ അത് ഇതാവൂ വിചാരിച്ചിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യും. അത് എന്താ പറയാ ഗംഭീര ഫ്ലോപ്പ് ആവും. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ വിചാരിച്ച പോലെ ചെയ്താ മതിയായിരുന്നു. എന്നിട്ട് പിന്നെയും വീണ്ടും ഇങ്ങനെ വല്ല സമയത്ത് ചേട്ടൻ്റെ അഭിപ്രായം എടുക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒന്നും ഉണ്ടാവില്ല ഇത്. എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ട് പരസ്പരം അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ച് ചെയ്യുമ്പോഴാണ് ചിലത് വിജയിക്കും, ചിലത് ശരിയാവും, ചിലത് പരാജയപ്പെടും. ഇതൊക്കെ അല്ല സാധാരണ. നീ എടുക്കുന്ന തീരുമാനങ്ങൾ കംപ്ലീറ്റ് എല്ലാം കറക്റ്റ് ഒരിക്കലും ഇല്ല. ഞാൻ എടുക്കണതും മിസ്റ്റേക്ക് വരാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചേട്ടൻ അതുപോലെ പറയണത് കേട്ടിട്ട് അപൂർവം ചിലതൊക്കെ ചേട്ടൻ പറയണതാണ് ശരിയെന്ന് തോന്നിയിട്ടുണ്ട്. അതും വന്നിട്ടുണ്ട്, അപൂർവത്തിൽ അപൂർവം. എല്ലാവർക്കും ഉണ്ട്. ബാക്കി ഒരുവിധം ഒക്കെ മറ്റേ ഈ ചെടിയില്ലേ ഇതിന് സൺഡേ മണ്ടേ അല്ലേ, ഇത് അവര് വെട്ടിയില്ല. ഞാൻ പറഞ്ഞു ഇത് വെട്ടണം എന്ന് പറഞ്ഞു കേട്ടോ. അത് വെട്ടി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ പറഞ്ഞു. അപ്പൊ അവര് വെട്ടിയില്ല, അവര് പറഞ്ഞു ഇത് വെട്ടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് വെട്ടിയാലേ നമുക്ക് അല്ല ഇതിന് വളക്കിടുമ്പോ അതിന്റെ ഭംഗി വരാം. അപ്പൊ ഞാൻ ഇതിന് ഭംഗിയാക്കാൻ പോകുന്നുട്ടാ. ദൈവമേ, അതെന്തെങ്കിലും ഉണ്ടാവും, അതാവും അവര് വെട്ടാൻ. അവർക്കറിയണ്ട, അവരെത്രയോ കാലമായിട്ട് ഈ പണി ചെയ്യണോരെ അവർക്ക് അറിഞ്ഞൂടെ. അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് അറിയില്ല. ഞാൻ അതുമല്ലൊക്കെ പൂവിടാനുള്ള തളിരുകൾ അതെ എനിക്ക് വളടാനപ്പോ അതുകൊണ്ടാവും അവരത് വെട്ടാഞ്ഞേട്ടാ. എന്തായാലും വെട്ടീന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ അങ്ങനെ അതിനെ ചൂട് നശിപ്പിച്ച് കളയുന്നില്ലേ. ചന്ദന കളർ ചെത്തിപ്പൂ നിറച്ചുണ്ടായി നിൽക്കുമ്പോ ഞാൻ പറഞ്ഞതാ വെട്ടല്ലേ വെട്ടല്ലേന്ന്. അന്നത്തെ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് വെട്ടിക്കോന്ന് പറഞ്ഞു. അപ്പോഴേക്കും വെട്ടി, പിന്നെ അത് പൂ ഉണ്ടായിട്ടില്ല. പൂണ്ടായി തുടങ്ങി. ഇപ്പൊ ഇതേ വളർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൂ ഉണ്ടാവും. നമ്മളത് വെട്ടി പഠിക്കണ്ടേ. വെട്ടി പഠിക്കാൻ വേണ്ടിട്ടാണല്ലേ. വെട്ടി പഠിക്കാൻ വേണ്ടിട്ടല്ല. പിന്നെ അതല്ല പറഞ്ഞേ, അപ്പൊ തന്നെ അത് മാറ്റി പറയണം. അല്ലാന്ന് കണ്ടാ ഞാൻ ഇന്നലെ എനിക്ക് അടിയിൽ വളരാൻ പറ്റുള്ളോ. മതി. അല്ല ഈ ആവശ്യമില്ലാത്തൊക്കെ കളയണം. വിധം ഷേപ്പിലേക്ക് വരണ്ട. ഒന്ന് വൃത്തി വെച്ചു, ഒരു കാവടി ഷേപ്പിൽ വന്നു. കാവടി ഷേപ്പാ ഇതാ. അതിന് ഉള്ളിൽ കുറേ പഴുതുകളുണ്ട്. ഇതിന് കുറേ പഴുതുകളേ. അത് പൂർണ്ണമായിട്ടും നല്ല കട്ട കുത്തിയിട്ടല്ലത് ഇതിൻ്റെ വളർച്ച. ഇനി വളരും. ചവറുണ്ട നിറച്ചായി ചവറ്. സൺഡേ മണ്ടയ്ക്ക് നല്ലൊരു പണിയായിട്ടത്. മണ്ട മുഴുവൻ ചെത്തി കളഞ്ഞു. സൺഡേ മണ്ടയൊക്കെ ചെത്തി കളഞ്ഞൂന്ന്. അത് കുഴപ്പമില്ല, അവർ വലുതാവും. കഴുകിയതിന് ശേഷം അരിയേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. അത് കുഴപ്പമൊന്നുമില്ല. അതേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിൽ ഓരോ പടവലങ്ങി ഉണ്ടാവും. എൻ്റെ വലിപ്പുണ്ടാവും ഓരോന്ന്. ചെറുപ്പകാലത്ത് പറയുമ്പോൾ ചേട്ടൻ ഇത്രയ്ക്കായിരുന്ന സമയത്താണോ? അല്ല 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ. അതായത് ആ പടവലങ്ങ നമ്മുടെ കിണറിൻ്റെ അവിടെ ഒരു പന്തലുണ്ടായിരുന്നു ഒരു വട്ടം. അയ്യോ അതുമ്മ പടവലങ്ങി ഉണ്ടായിരുന്നു കണക്കില്ല. അതുമ്മ ഒക്കെ ഇങ്ങനെ ഉണ്ട്. വളഞ്ഞു കുത്തുമ്പോൾ കല്ല് കെട്ടി ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കല്ല് കെട്ടിയിട്ട് അപ്പോൾ കല്ല് കെട്ടിടുമ്പോൾ ഇതൊക്കെ ഞാൻ നീളത്തിൽ ഇങ്ങോട്ട് എടുക്കും. ഇപ്പോഴത്തെ പടവലങ്ങ ഒക്കെ ഇങ്ങനത്തെ. ഈ പടവലങ്ങൊന്നും അധികം വലിപ്പില്ല, നമ്മുടെ വലിപ്പുള്ള പടവലങ്ങളുണ്ട്. എന്താ സാർ അത് ഒരു പണിയേട്ടാ. നല്ല പണിയല്ലേ? അല്ല ഇത് ഭയങ്കര ചെടികൾക്ക് ആദ്യം മാത്രത്തിൽ ബുദ്ധിമുട്ടുള്ളത്, അത് കഴിഞ്ഞ് അടിപൊളി. അല്ല നല്ല വ്യായാമമുള്ള പണിയാണത്. സാധാരണ നമ്മൾ ചെടികൾ വയ്ക്കുമ്പോൾ മറ്റേ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിൽ കുറച്ച് വളം കൊണ്ടിട്ട് സിമ്പിൾ പരിപാടിയല്ലേ നനയ്ക്കുക. ഈ ചട്ടിയിൽ ഇനി വെക്കുമ്പോ പ്രശ്നമാവോ? അന്ന് തന്നെ ഈ ഇതില് കൂട്ടാൻ വെച്ചിട്ട് കഞ്ഞവെള്ളം ഇട്ടിട്ട് വീണ്ടും ഞാൻ 2-3 വട്ടമൊക്കെ തിളപ്പിച്ചു. ഇപ്പൊ ശരിയായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇതിലാണ് പടവലങ്ങിയും ചെമ്മീനും വെക്കാൻ പോണേ. മണ്ണ് കുത്തികളൊക്കെ ഒരു പണിയായിട്ടാ തരുതേ. മറ്റേ സാധനം ഒരു 3 ഇതായിട്ടുള്ളത് അതുകൂടി വലിക്കാനല്ലേ? അല്ല അതുകൊണ്ടല്ലേ കുത്താ. ഇതുകൊണ്ട് കുത്തുമ്പോഴൊക്കെ ഇളകണത്. ഇതിങ്ങനെ കോരിയിടാളതാ ചേട്ടാ. 3 എണ്ണം ഇങ്ങനെ നിക്കണതില്ലേ ശൂലം പോലെ? അതുകൂടി ഉണ്ട്.
ഇങ്ങനെയുള്ള സാധനല്ല ഇതിങ്ങനെ നിക്കണത്. അത് കാണാല്ലേ, അത് ഉണ്ട്. അതല്ല അതുകൊണ്ടൊന്നും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവില്ലേ, ഇതുകൊണ്ട് ഇളകാ ശരിക്കും. ആ സാധനം കൊണ്ട് കൂടുതൽ ഇളകാ. ഇത് ചേട്ടൻ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. പടവലങ്ങയും ചെമ്മീനും വെക്കണേക്ക് ഉള്ളിയും ഇഞ്ചും, ചുമന്നുള്ളിയും ഇഞ്ചും ചതച്ചിടണം. അത് ചതയ്ക്കാൻ പോവാണ്. നല്ല വെയിലായി. ഇവിടെ ഇത്രയും തണലുണ്ട്, ഇവിടെയൊക്കെ ഒടുക്കത്തെ വെയിലാ. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ തടം കോരിയിട്ടുണ്ടായിരുന്നിട്ട് നമ്മുടെ മാവുകളാണ്. മാവുകൾക്ക് ഇത്തിരി വളമിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നനയ്ക്കാൻ കാലത്തെ കഞ്ഞെള്ളം, ഇന്നലത്തെ കഞ്ഞെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അതിനാ പാട്. പിന്നെ ഇവർക്കൊക്കെ തടം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തികളില്ലേ, ഇവർക്കും തടമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തീശ ഓരോന്നുള്ളു വീതം വളമിട്ട് കൊടുക്കും. പൂവുണ്ടാവണേ ഉണ്ടാവട്ടെ. ഈ ചെമ്പരത്തി പൂവുണ്ട്, തുമ്പി വരുന്നു. ഇതൊരു മാവ്. മോട്ടർ വിടാം, നനയ്ക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത്. ഇവർക്കൊക്കെ മറ്റേ കമ്പോസ്റ്റ് കൂടി ഇടും കേട്ടോ. വളമിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം നനച്ച് വയ്ക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതിലേക്ക് വെള്ളം. ഇതിൽ വേപ്പലയും കൂടി ഇടണം. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു പാട്ടില്ലേ, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, അതില് ഈ മഴയിൽ 7 നിറങ്ങൾ പകർന്നത് അവളല്ലേ എന്ന് പറഞ്ഞില്ലേ, ആ പാട്ട് പാടി നീ. വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ കത്തിച്ചൂട്ടാ ഞാൻ. അവളൊരു ദേവിക്കിനോടെ കൂട്ടാൻ ഞാൻ തീ കത്തിച്ചു. പുല്ല് വെട്ടിയ കാരണം ഇന്ന് നനച്ചു കൊടുക്കാൻ വെച്ചിട്ടാ. വേപ്പിലിട്ടൂട്ടാ. കൂട്ടാൻ അവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് വേകുമ്പോഴത്തേക്കും അതിലേക്ക് നാളികേരം അരയ്ക്കണം. നാളികേരം അമ്മീമ അരക്കണ്ടല്ലോ. അമ്മീമ അരയ്ക്കാൻ നല്ലത്. അമ്മീമ അരച്ചാൽ നിനക്ക് ആരോഗ്യം കിട്ടും. മിക്സിയിൽ അരച്ച ആരോഗ്യം കിട്ടില്ല. അപ്പൊ നമ്മൾ പടവലങ്ങയും ചെമ്മീനായതുകൊണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കൂട്ടാൻ വെക്കുമ്പോൾ പടവലങ്ങ നാളികേരത്തിന്റെ കൂടെ ചെമ്മീൻ അരച്ച് ചേർക്കാൻ ചെയ്യാറ്. ഇപ്പം അങ്ങനെ ചെയ്യണില്ല. ഇപ്പം എന്നിട്ട് ചെയ്യണമെന്നറിയാം. നമ്മൾ ചെമ്മീൻ്റെ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മുടെ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കൂട്ടാലേക്ക് ഉള്ളി കാച്ചില്ലേ, അപ്പോൾ ആ ഉള്ളി കാച്ചുന്നതിൽ ഇതിട്ടിട്ട് കാച്ചിട്ട് ഒഴിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഞാനിത് അരച്ചിട്ട് വരാം. ഞാനത് തൊലി കളയാൻ തുടങ്ങി സരിത. ഇത് കിട്ടണില്ലേ, ഭയങ്കര പോന്തന്മാരായിരുന്നേ. ഓരോരുത്തരെ തൊലി കളഞ്ഞൂട്ടാ. തൊലി കളയണ്ട, അതിന്റെ ചെതമ്പല് ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് ആക്കിയാലോ. വേണ്ട, ആളുകൾ പറയും ഇതിൽ തൊലി കളയെന്ന് പറയും. ഈ തൊലിയിലെ ഒരു മണലുണ്ടാവും സരിത, ഒരു ചെറിയൊരു മണലുണ്ടാവും. ആ മണലൊക്കെ നമ്മുടെ ശരീരത്തിൽ പോവും. നാളെ അരച്ചത് ഒഴിക്കാൻ പോവാട്ടാ. ചാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നു. തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാച്ച. സരിത, ഈ സൈഡ് പോണില്ല, മണലുള്ള സൈഡ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് മതിയാ? അത് മതി. മറ്റേ സൈഡ് ചേട്ടൻ ഇങ്ങനെ ചെതമ്പല് കളയാം, കുഴപ്പമില്ല, എളുപ്പമാണ്. കണ്ട ഇതാണ് മണലുള്ള സൈഡ്. ഇത് പിടുത്തം, അത് കളയാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പടവലങ്ങ അരിഞ്ഞത് കേട്ടോ. അത് കഴുകി വാരിയിടുന്നു. പടവലങ്ങയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പേരി വയ്ക്കണതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല അല്ലേ? ചേട്ടൻ്റെ ചെറുപ്പത്തിൽ ആകെ പടവലങ്ങയും ചെമ്മീനും മാത്രമൊക്കെയുള്ള പടവലങ്ങയുണ്ട് അല്ലേ? പിന്നെ ഒന്നുമില്ല. ഇതിലിട്ടു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചല്ല കുറച്ചധികം വെളിച്ചെണ്ണ, വേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇടുന്നുണ്ട് കേട്ടോ.
തൊലിയില്ലാത്ത സൈഡിൽ നമുക്ക് ചേതമ്പിൽ കളയാം. ചേതമ്പലില്ലാത്ത സ്ഥലത്ത് അടിപൊളിയായിട്ട് നമുക്ക് ചേതമ്പൽ കളയാം. ചേതമ്പലില്ലാത്ത സ്ഥലത്താ? അല്ല, ചേതമ്പലുള്ള സ്ഥലത്ത് ചേതമ്പൽ കളയാം. സൂപ്പറായി. ഇനി ഇത് മുറിക്കുക. ഒറ്റ വലിപ്പത്തിലുള്ള ആക്കണ്ട, 3ആയിട്ട് മുറിക്കുക അല്ലേ? ആ, കത്തിക്ക് മുറിച്ചില്ലേ? മുറിച്ചില്ലെങ്കിൽ ആ മീമൊന്ന് ഉരക്കി. ആ, ഇവിടെ കിടന്ന് വേവട്ടെ. കഴിഞ്ഞു. ഇത് കഴുകട്ടെ. പലിഞ്ഞീന കഴുകണം വീണ്ടും. കത്തി വേണോ പൊളിക്കണെങ്കി? കൈ കൊണ്ട് കളഞ്ഞോണ്ട്. അനുരാഗ പൗർണമി. കഴുകി ഫിനിഷിങ് ആയി തരുതേ. അപ്പൊ ഒന്ന് വരയേണ്ടി വരും. അത് ഈ കനം കൂടുതലുള്ള അറിയാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ ആ ഉള്ളി അരിഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ ഇതുമ്പോ വെച്ചിട്ട് വേണമെങ്കിൽ ആക്കാം. നമ്മളുടെ കൂട്ടാൻ ഇറക്കാൻ പോയി. ഞാൻ കാച്ചാൻ പോട്ടെ. കൂട്ടാൻ നന്നായി തിളച്ചു. ഇപ്പതേ തളത്തിരി കുറഞ്ഞു. തീ ഞാനേ ഇതിലത്തെ തീ എടുത്തിട്ട് മറ്റേ അടുപ്പിലേക്ക് വെച്ചു. അത് കാരണം ചീഞ്ചിട്ട് വെച്ചു. ഞാനേ കയ്യിൽ വെച്ച് വരയ സരിതേ. അതുമ്പോ വെച്ചോണെങ്കിൽ പലകേമേ നീ കയ്യിൽ വെച്ച് വരയാവുന്നത്. ഭയങ്കര കാനുള്ള മീനായിരുന്നേ. കൂട്ടാൻ കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒന്നുകൂടി വരഞ്ഞിട്ട് ഒന്നുകൂടി കഴുകിട്ട് സരിതേ. ഇത് എന്നോട് പറയണേ. ഇതൊരു വെള്ള ചെമ്മീൻ പോലത്തെ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത്. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടാം കേട്ടാ. കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ. ഇത് മുഴുവൻ ഒറ്റടിക്ക് വറുത്ത് തിന്നാനുള്ളതല്ലേട്ടാ. ആരോട് പറയണ? ചേട്ടനോട് തന്നെ പറയണാണോ? ഞാൻ പൊതുവെ പറഞ്ഞ മഞ്ഞൾപ്പൊടി ഇടുന്നു. അത് കഴിയാ? മഞ്ഞൾപ്പൊടി കൂടുതൽ കുഴപ്പമില്ല. ഇടൂ. മുളക് പൊടി ന്യൂപ്സ് ഇട്. മുളക് പൊടി മതിയാ? ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. മതി. കുറച്ചും കൂടി ഇട്. മതി. നമ്മൾ കേട്ടോ മതി. എന്താ ഇത് വെന്തുണ്ടാവില്ല നോക്കാം. വെള്ളം വറ്റിക്കാൻ തുറന്നു വയ്ക്കാൻ. നമ്മുടെ ഇതിലത്തെ വെള്ളം എങ്ങനെ വേണമെങ്കിലും വറ്റിച്ചെടുക്കാട്ടോ. അത് ഭയങ്കര ഡ്രൈ ആക്കാം. അല്ലെങ്കിൽ ഈ ലെവലിൽ ഡ്രൈ അങ്ങനെ ആവുന്നില്ല. പടവലങ്ങയല്ലേ? പടവലങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിരി വെള്ളം ഉള്ള പോലത്തെ സാധനല്ലേ. അപ്പൊ നമ്മളിത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മുടെ മീൻ വിറകടുപ്പും വെക്കാൻ പറ്റിയേ വേറെ പാത്രമില്ലേ? അങ്ങനത്തെ വാങ്ങിക്കണം. ഏത്? ഇങ്ങനെ വേറെ മോഡല് ചട്ടിയൊക്കെ ഇല്ലേ? അങ്ങനത്തെ. അപ്പൊ ഈ സാധനം ഈ സ്റ്റീലിന്റെ ഒന്നും അടുപ്പത്ത് വെക്കണ്ടല്ലോ, വിറകടുപ്പും വെക്കണ്ടല്ലോ. നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ ഇല വെക്കാനാട്ടാ. ഇലയിലാണ് വറക്കണത്. ഇപ്പൊ രീതിയിലൊക്കെ നമ്മൾ മാറ്റി ഇല വെള്ളം വരട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ തിരി ഒഴിക്കാം. ഇത് ഇന്നത്തേക്കാവൂ. കത്തുണ്ട്. നോക്കിയേ, അടിപൊളിയായിട്ട് കത്തുണ്ട്. അല്ല, ഈ ബനി ഓട്ടയിലോ? എലി അടിച്ച പോലെ ഉണ്ട് കാണും. എത്ര കൊല്ലായില്ലത്? 4 കൊല്ലായിൻ്റെ അല്ലേ? 4 കൊല്ലായോ എനിക്കറിയില്ല. പക്ഷെ കുറെ കൊല്ലായിണ്ട്. എന്റെ വീഡിയോകൾ പഴയ വീഡിയോയിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഇതാക്കിയതിന് ശേഷം, അച്ച കുത്തിയതിന് ശേഷം സ്ലീവ്ലെസ്സുകൾ ഇങ്ങനത്തെ 4 കൊല്ലായിണ്ട്. അച്ച കുത്തിയിട്ട് 4 കൊല്ലം പറയില്ലേ. നമുക്ക് നമ്മുടെ വാഴലാമ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. ഇങ്ങനെയൊക്കെ അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടാ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ കുറച്ച് മീനെടുത്തിട്ട് ആവശ്യമുള്ളതെടുത്തിട്ട് വറക്കുന്നു. ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. എന്താ സാധിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസം പോലെ? ആവശ്യമുള്ളത് എത്ര വയ്ക്കണം? എനിക്കറിയില്ല. ഞാൻ എത്ര പറഞ്ഞാൽ ചേട്ടാ ഒറ്റ ഫ്രൈ ആക്കുള്ളൂ.
ഡബിൾ ആക്കാം. മതിയാ? 4 ഒരു 4 5 ഒരെണ്ണം കൂടി വെക്കാൻ അവിടെ സ്ഥലമുണ്ട് തരുതേ ഇവിടെ. അല്ല ഒറ്റ സംഖ്യ എന്റെ കുറ്റല്ലേ ആക്കണ്ട. 5 2 എനിക്കും 3 ഉള്ളിയായിണ്ട്. വേപ്പിൻ്റെ പൊട്ടിച്ചത് എവിടെ വെച്ചേ? ഇതായിട്ടാ വേപ്പിലിട്ടു കഴിഞ്ഞോ? വേപ്പിലത്തെ വെള്ളം ഒന്ന് പോട്ടെ. നമ്മുടെ ഇതെടുക്കുന്നു. ആഹാ ഇത് വെറുതെ പറിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാ. ഇപ്പോഴാണ് ഇത് കാച്ചപ്പോഴാണ് പടവലങ്ങി ചെമ്മീനായുള്ളൂ അല്ലേ? അത് കുറച്ചും കൂടി ഉണ്ട്. അത് അടിച്ചിട്ടോ മീനിലേക്ക് മൊരിച്ചിലൊന്ന് തുടങ്ങിയിട്ട് അപ്പം മറച്ചെന്ന് വെറുതെ വയ്ക്കാം. അവിടെ എന്തൊരു സുഖ ഇല മറച്ച് വയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല തരുതാ. ഈ ബുദ്ധി എന്താ മുന്നൊന്നും തോന്നാഞ്ഞല്ലേ മീൻ മറക്കുമ്പോൾ? വീണ്ടും രാജലക്ഷ്മി ചേച്ചീനെ സ്മരിക്കുന്നു. ഇത് ചോറായിട്ട് വന്നു. മീൻ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഞാൻ ഈ നടു കഷ്ണത്തിന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ആ തല കഷ്ണത്തിന് എടുത്ത് നടുവിൽ വെച്ചു മൊരിയാനായിട്ട്. നടുവിലാണ് കൂടുതൽ തീ വരുന്നത്. ഒരു 5 മിനിറ്റ് മൊരിയിട്ട നമ്മുടെ മീൻ ആയിട്ടാ. ആയിന്ന് പറഞ്ഞാൽ എന്തോരം വേണമെങ്കിലും മൊരിപ്പിക്കാട്ടിട്ട് നമ്മളെ അത്രയ്ക്ക് ആക്കണ്ടേ. അതെ ഇങ്ങനെയാണ് ഇലയിലേക്ക് എടുത്ത് വെച്ചു. അല്ല പാത്രത്തേക്ക് എടുത്ത് വെച്ചു. ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫ്രൈ കൂട്ടാൻ ആയി. മീൻ വറുത്ത് കുത്തരി ചോറ് ആയിണ്ട് മൊരിഞ്ഞുണ്ട്. നീ വിളമ്പി തരണ്ട. എടുത്തോ ചേട്ടൻ. ഉപ്പേരി ഉപ്പേരി എനിക്ക് വൈകുന്നേരം തിന്നാനാ വെറുതെ. ഞങ്ങൾക്കൊന്നും വായില്ലേ? ബാക്കി വീട്ടിലുള്ളവർക്കൊന്നും. മീൻ എടുത്ത് വെച്ചു. ഒരു കഷ്ണം എടുത്തോളല്ലോ മീൻ. ഇനിയും സമയമുണ്ടല്ലോ. സ്ഥലമില്ലല്ലോ പ്ലേറ്റില്. പൊള്ളില്ലല്ലോ. ഞാൻ കൊറേ നേരം ഇറക്കി വെച്ചിട്ട് നേരം ചൂടില്ലേ? ചോറ് വേണ്ടിന്നില്ല എനിക്ക്. ഞാനും കൂടി ഉണ്ടല്ലോ. നോക്കിയിട്ട് ഞാൻ ഉദ്ഘാടനം ഞാൻ കഴിയില്ല. എനിക്കിത് കഴിച്ചു. ഉപ്പേരി അടിപൊളിയായിട്ട് കൂട്ടാൻ. ഉപ്പേരി നല്ല രസല്ലേ? നല്ല രസം. ഒക്കെ നല്ല രസമുണ്ട്. ഉണ്ടാവും വായിലിട്ട് അലിഞ്ഞു പോവും പടവലങ്ങ അല്ലേ? ഏതാ രസല്ലേ? മീനോ? മീൻ എനിക്ക് തൊട്ടുള്ള ചൂടാ. രസല്ലേ? കാണുമ്പോൾ ലുക്കില്ലെന്നുള്ളോ ഭയങ്കര കൂട്ടാനാണ്. അതെ മുളക് പൊടി നമ്മുടെ ഭയങ്കര എരിവുള്ളതാ. അതധികം ഇട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആ കളറ് മഞ്ഞ കളറായിട്ടിരിക്കണേ. കണ്ട മുളകൊക്കെ പാകല്ലേ? എരിവൊക്കെ പാകല്ലേ? അതുകൊണ്ടാണ് ഞാൻ കാച്ചുമ്പോൾ വിചാരിച്ചു ആ കാച്ചണ ഉള്ളിയിലൊരു തുണ്ട് മുളക് പൊടി ഇട്ടിട്ട് കാച്ചി ഒഴിച്ചാലോ. അപ്പൊ കൂട്ടാനൊരു ഭംഗി വരും. മതി. ഞാൻ വീട്ടിൽ പോയിട്ട് ചോറ് അവിടെ പോയിട്ട് ചോറ് ചേട്ടന് ആവശ്യമുള്ള കൊണ്ടിട്ട് ബാക്കിയിൽ വെച്ചോ. അടിപൊളി പരിപാടി കേട്ടോ. ഈ ചെമ്മീൻ കൂട്ടാൻ എന്തെങ്കിലും വെച്ചോട്ടാ. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ജില്ലക്കാർ വരാവോ? ഞങ്ങളും ഇങ്ങനെ തന്നെ വെക്കാന്ന്. നിങ്ങൾ അങ്ങനെ തൃശ്ശൂർക്കാരുടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുത്തക എടുക്കണ്ട. ഞങ്ങളും ഇങ്ങനെ തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇതുവരെ അങ്ങനത്തെ പോലെ വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കി. വീട്ടിലുണ്ടായ പടവലങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. ചേട്ടൻ എന്തിട്ടോ പറയാൻ 2-3 ഈ സാധനല്ലേ ഇത് ഈ പടവലങ്ങ അല്ല ബാക്കി കുറെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കോവയ്ക്ക കൈപ്പക്കായ ഒക്കെ അങ്ങനെ വെക്കാം. വെണ്ടക്കായ ഒക്കെ ഇട്ട് വെക്കാം. വെണ്ടക്കായ വഴുതന ഏത് സാധനങ്ങളും വെറുതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും വേപ്പിന്റെ ഇലയും കൂടി നന്നായിട്ട് തിരുമ്പിയിട്ട് അടുപ്പത്ത് വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലത്തെ പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഫുള്ള് തീയിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ പിന്നെ നല്ല ഏറ്റവും സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കോവയ്ക്ക കൈപ്പക്കായൊക്കെ ഏറ്റവും ടേസ്റ്റ് അല്ലേ? അത് ലാസ്റ്റ് അത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാൻ. കോവയ്ക്കൊന്നും ഇഷ്ടമില്ലാത്തവര് പോലും കഴിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാ അല്ലേ? തിന്നാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.